തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു കരിയറാണ്, ജോബല്ല. തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്കില്ലാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അത് ഉത്തരം അത്രേ ഉള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന ഏറ്റവും നഷ്ടക്കച്ചവടമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം എൻ്റെ ട്രെയിനിങ്ങിന്റെ ചാർജ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുക്കുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നഷ്ടക്കച്ചവടമാണ്. പക്ഷെ എന്തിനാണ് ഞാനത് ചെയ്യുന്നത്? എനിക്ക് തമിഴും അതേപോലെ ഹിന്ദിയും അറബിയും സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. കാരണം എന്താ? ആ ഭാഷയിൽ സംസാരിക്കുന്ന ആളുകളോട് ഇടപഴകാനുള്ള അവസരം എനിക്ക് കിട്ടുന്നില്ല. So I know the pain I have taken to learn English. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ഞാൻ എടുത്ത നൊമ്പരങ്ങളും വേദനകളും എനിക്കറിയാം. അപ്പൊ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ സാധനം നഷ്ടപ്പെടരുത് എന്ന വാശിയുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ചാൽ നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയും. അപ്പോൾ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം ഒരു റൂമിൽ ഇരുന്നിട്ട് ആരോടും മിണ്ടാതിരുന്നു നോക്ക്, നിങ്ങൾക്ക് മലയാളത്തിലും സംസാരിക്കാൻ കഴിയില്ല. ഇതന്നെയാണ് ഇപ്പൊ സജിനൊക്കെ സംഭവിച്ചത്. അപ്പൊ ഇന്ന് മുതൽ സജിന് ചെയ്യേണ്ടത്, ആരെ കാണുമ്പോഴും, ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഇപ്പൊ നമുക്ക് പറയാം, ആ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമല്ലേ, കാലാവസ്ഥ ഒരു സുഖമില്ലല്ലേ, കാലാവസ്ഥ ഒരു സുഖമില്ലല്ലേ, 4 വാക്കേ നീ പറഞ്ഞിട്ടുള്ളൂ, നീ അത് പറഞ്ഞാൽ മതി. പിന്നെ അവര് സംസാരിക്കും. നിങ്ങൾ സാധാരണ ഇപ്പോ നമ്മൾ ഒരു മാരേജിന് പോവുകയാണ്. അപ്പോ സ്ത്രീകൾ പ്രത്യേകിച്ചിട്ടോ, അവരാദ്യം ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കും. കുറച്ച് കഴിഞ്ഞാലോ, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെന്നാ പോവല്ലേ എന്ന് ചോദിച്ചാൽ അവര് ഭയങ്കര സംസാരമാവും. പിന്നെ അവർക്ക് പിരിയാൻ പറ്റൂല. ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പൊ എന്താ, ആദ്യം ആര് തുടങ്ങും എന്നുള്ളതാണ്. ഇതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വീട്ടിലെ പ്രായമായ ആളുകളെ നിങ്ങൾ അനുകരിക്കുക. കോൺവെർസേഷൻ ജനറോസിറ്റി എന്ന് പറയുന്ന ടെക്നിക്ക്. പണ്ട് നമ്മൾ വീട്ടിലെ വർക്കുകളൊക്കെ കഴിഞ്ഞ് പ്രായമായ ആളുകൾ പേൻ നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയുടെ ഭാഗത്തിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. എന്നിട്ട് അവര് അയൽവക്കത്തു നിന്ന് വരുന്ന ആളോട് അവരെ കാര്യങ്ങൾ ചോദിക്കും. ഭർത്താവിന്റെ വർത്താനം എന്താണ്, കുട്ടികളുടെ വർത്താനം എന്താണ്, ഇന്നലെ എപ്പോഴാ വന്നത്, കുറേ കാര്യങ്ങൾ അങ്ങ് ചോദിക്കുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കും, എന്തേ ഇവിടുത്തെ ആള് സുഖം തന്നെയല്ലേ, കുട്ടി സുഖയല്ലേ. വളരെ മനോഹരമായി കോൺവെർസേഷൻ ജനറോസിറ്റി നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. അത് ഇനിയും നമ്മൾ തുടങ്ങുക, അങ്ങോട്ട് സംസാരിക്കുക. അപ്പൊ അവരിങ്ങനെ സംസാരിക്കുക. അവർക്ക് താല്പര്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഒരു ചോദ്യം ചോദിക്കാൻ 2 വാക്ക് പോരെ, അതങ്ങോട്ട് ചോദിക്കുക. കുറേ വാക്ക് പറയാൻ നിൽക്കുമ്പോഴാണ് പ്രശ്നം. നീ ഒന്ന് എന്താ പറയാ, ഒന്ന് റെഡി ആയി വാ. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ നിന്നിട്ട് തന്നെ നിനക്ക് ചോദിക്കാം, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ, അപ്പൊ അവിടുന്ന് പറയും. അങ്ങനെ കുറെ ആളിങ്ങനെ സംസാരിക്കുമ്പോൾ പിന്നെ നമുക്ക് സംസാരിക്കാൻ കിട്ടും. ഇങ്ങനെ ഒരു ട്രയൽ നീ നടത്തുക. ഞാൻ വീണ്ടും പറയണു, ഒരു 3 ദിവസം നീ ഇത് ചെയ്താൽ, നീ ആരോടും വേണ്ട, കുട്ടിനോട്, അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. അപ്പൊ അവൻ ഇങ്ങനെ ഉത്തരം പറയും. കുറേ ചോദിക്കുമ്പോൾ അവൻ നമ്മളോട് ചോദിക്കും, ഉമ്മ സ്കൂളിൽ പോകുമ്പോ എങ്ങനെയായിരുന്നു. അപ്പൊ നിനക്ക് കുറേ കഥകൾ കിട്ടും. അത് നീ ഇങ്ങനെ പറയും. അങ്ങനെ നിന്റെ കമ്മ്യൂണിക്കേഷൻ നീ അറിയാതെ ഡെവലപ്പ് ചെയ്യും. ചെയ്യൂലേ? നീ ചെയ്യൂലേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.